ശിവ, ഈ പാക്ഡ് ഫുഡ് പ്രൊഡക്റ്റുകളിലൊക്കെ ഈ FSSAIന്റെ ലോഗോ കാണുന്നുണ്ടല്ലോ, അത് എന്ത് ലോഗോ ആണത്? FSSAI ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതൊരു ഓട്ടോണോമസ് ബോഡിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്നത്. ഓക്കെ, ഈ ഒരു ബോഡിയുടെ കീഴിൽ 22 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണുള്ളത്. ഈ കമ്മിറ്റിയിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അയാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1/3 ആളുകൾ ഫാമേഴ്സ്, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതുകൂടാതെ ഒരു സയന്റിഫിക് പാനലും. ഇത് മിനിസ്ട്രി ഓഫ് ഫാമിലി ആൻഡ് ഹെൽത്ത് വെൽഫെയറിന്റെ കീഴിലാണ് ഈ ഒരു ഓട്ടോണോമസ് ബോഡി വർക്ക് ചെയ്യുന്നത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006 പ്രകാരമാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, FSSAIയുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഹെൽത്ത്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കിന് അത് പൂർണ്ണമായിട്ടും മോണിറ്റർ ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ സെയിൽ, അതിൻ്റെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഒരു ഹ്യൂമൻ ബീയിന് സേഫ്റ്റിയാണ്, കൺസപ്ഷൻ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്. 3 തരത്തിലുള്ള ഫുഡ് ബിസിനസിന് വേണ്ടിയിട്ട് FSSAI പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ആണ്. ഇത് 12 ലക്ഷത്തിൽ താഴെയുള്ള ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകാർക്കും. രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ലൈസൻസ്, അത് 12 ലക്ഷം മുതൽ 20 കോടി വരെയുള്ള ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകാർക്കും. മൂന്നാമതായിട്ട് സെൻട്രൽ ലൈസൻസ്, 20 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴത്തേന് FSSAI ലോഗോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അതിന്റെ കൂടുതൽ ഒരു 14 ഡിജിറ്റ് അതിന്റെ ഒരു നമ്പർ ഉണ്ടാകും, അതുകൊണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. സോ അപ്പോൾ ഇതാണ് FSSAI എന്ന് പറയുന്ന ഒരു ലോഗോ കാണുമ്പോഴത്തേക്കിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ.